നല്ല ചൂട് കലത്തപ്പാണ് കേട്ടോ. കലത്തപ്പം കുക്കറപ്പം എന്നൊക്കെ പറയില്ലേ. പക്ഷെ നമ്മളിവിടെ കുക്കറൊന്നും എടുക്കുന്നില്ല. ഫ്രൈ പാനില് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ആരെടുത്ത കലത്തപ്പം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ വേണ്ടത്. 250 ml ആണ് കപ്പളവ്. നല്ലപോലെ കഴുകിയിട്ട് നമുക്കൊരു 3 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം. അതിനുശേഷം മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി 3 ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക, ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരിയെടുത്ത അതേ അളവില്, അതായത് 1 കപ്പ് അളവില് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. തരികളൊന്നും ഇല്ലാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മാറ്റാം. ഇനി വേണ്ട ശർക്കര പാനിയാണ്. അപ്പൊ ഞാനിവിടെ പൊടിച്ച ശർക്കരയുടെ അളവാണ് കേട്ടോ. ഒരു 1.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ വെയിറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു 300 ഗ്രാം വെയിറ്റിൽ എടുത്താൽ മതി. അത് നല്ല പാകത്തിനുള്ള മധുരത്തിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നല്ലപോലെ തിളച്ച നല്ല ചൂടോടി തന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു അരിയുടെ മിക്സിലേക്ക് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു മാവ് വെന്ത് പോകരുത് കേട്ടോ. ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഈ ഒരു ടൈമിൽ ഈ ഒരു മിക്സിൽ ചൂടുണ്ടാവും കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെയാണ് ഇനി നമ്മൾ ഇതിലേക്കുള്ള ആ ഒരു തേങ്ങാക്കൊത്തും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ആയിട്ട് വെളിച്ചെണ്ണയിൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചുള്ള മിക്സ് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ചൊരു 10-12 മിനിറ്റ് ടൈം മതി കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി മാറ്റി ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണേ. 10 മിനിറ്റ് ആവുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ആ ഒരു അടുപ്പിൽ തന്നെ അങ്ങനെ മൂടി തുറക്കാതെ വെച്ചിരുന്നാൽ മതി. ഒരു 5 മിനിറ്റ് ടൈമും കൂടി വെച്ചതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. കലത്തപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.